അപ്പോൾ ഇസ്ലാമികപരമായിട്ട് ഒരു യാത്ര, അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതം തന്നെ ഒരു യാത്രയാണ് എന്നുള്ളതാണ്. മനുഷ്യന്മാരെ സൃഷ്ടിപ്പ് മുതൽ മരണാനന്തരം വരെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ഇസ്ലാമിക പഠനങ്ങൾ അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്കാണ് മടക്കം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ യാത്ര എന്നുള്ളത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. വ്യത്യസ്ത സംസ്കാരങ്ങൾ, മനുഷ്യന്മാരുടെ പ്രകൃതി, ഇതൊക്കെ ഒരു യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഖുൽ സീറൂ ഫിൽ അർള് ഫൻദുറൂ എന്ന് പറയാൻ കാരണം. അത് ടൂർ ഓണീനല്ല. അതെന്തിനാണ് പറഞ്ഞത്? മനുഷ്യന്മാരോട് പല പ്രാവശ്യം ഈ പ്രപഞ്ചത്തെ സന്ദർശിച്ച് പ്രപഞ്ചത്തെ കണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രോത്സാഹനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അപ്പോൾ യാത്രയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ യാത്ര പോകുക എന്നുള്ളതല്ല. ആ യാത്ര കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് ഓരോന്ന് കാണുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരുപാട് കൂലിയുണ്ട്.